മോർണിംഗ്. വീണ്ടും നമ്മൾ ഫേസ് ചെയ്യാണ്. സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സ്പീഡ് കൂടിയോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ ഒരു കാര്യം ചോദിക്കാറുണ്ട്, ഈ മലയാളം മീഡിയംകാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ പറയണം, ഒന്നുകൂടെ മലയാളീകരിക്കാം മാക്സിമം. ശരി, ഇനി സൊല്യൂഷൻ കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ്. നമ്മൾ തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. വാട്ട് ആർ സൊല്യൂഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ കൊണ്ടുവന്നു. വാട്ട് ആർ സൊല്യൂഷൻസ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more substances is called solution. കുറെ എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിൽ കുറെ എക്സാമ്പിൾ കൊണ്ടുവന്നു. പിന്നീട് നമ്മൾ കൊണ്ടുവന്നത് വാട്ട് ഈസ് ബൈനറി സൊല്യൂഷൻ. ബൈനറി, a solution which contain 2 components is called what? Binary solution. അപ്പൊ ternary solution, ternary solution, the solution which contain 3 components is called what? Ternary solution. Then quaternary solution, quaternary solution which contain 4 components, they are called what? Quaternary solution. Anyway, solution is ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more substances. നമ്മളിവിടെ പഠിക്കാനുള്ള ബൈനറി സൊല്യൂഷനെ പറ്റിയാണ്. 2 കമ്പോണന്റ്, വൺ ഈസ് സോൾവെന്റ്, അദർ വൺ ഈസ് സൊല്യൂട്ട്. മേജർ കമ്പോണന്റ് ഈസ് കാൾഡ് സോൾവെന്റ്, മൈനർ കമ്പോണന്റ് ഈസ് കാൾഡ് സൊല്യൂട്ട്. കുറച്ചുള്ളത് സൊല്യൂട്ടും കൂടുതലുള്ളത് സോൾവെന്റ്. പിന്നീട് പറഞ്ഞിട്ട് നമ്മള് കോമ്പോസിഷൻ, അതായത് ഇതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പല മാർഗങ്ങൾ പറഞ്ഞു തന്നു. സ്ട്രെങ്ത് ദാറ്റ് എക്സ്പ്രസ്ഡ് ബൈ 1 നോർമാലിറ്റി. ഓർമ്മയുണ്ടായിരിക്കും, നോർമാലിറ്റി, ലിറ്റി, എൻ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് എൻ, നോർമാലിറ്റി എൻ ഇസ് ഈക്വൽ ടു n by v into 1000. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇവിടെ ക്ലിയർ ചെയ്യാം. നടക്കില്ല, ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. n by v into 1000. സംശയമില്ല. അപ്പൊ ഇനി മുന്നോട്ട് പോവാം. മൊളാരിറ്റി, അടുത്തത് നോർമൽ, രണ്ടാമത്തത് മൊളാരിറ്റി, MOLARITY. അതിന് ഇക്വേഷൻ ഇത് തന്നെ, n by v into 1000. ഇതിനെയും ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞ ദിവസം. മൊളാരിറ്റി സംശയമില്ല, n by v into 1000. നമ്പർ ഓഫ് മോൾസ് 1 ലിറ്ററില്, നമ്പർ ഓഫ് ഇക്വലൻസ് 1 ലിറ്ററിൽ. നോർമാലിറ്റി ആയി, മൊളാരിറ്റി ആയി. ഇനി അടുത്തത് മൊളാലിറ്റി, ചെറിയ സ്മോൾ എം, n by v into 1000. അത് n by v into 1000, n by w into 1000. വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ് മൊളാലിറ്റി. n by നമ്പർ ഓഫ് മോൾസ് ഇൻ 1000 gram സോൾവെന്റ്, അതാണ് ഒരു സ്ഥലം മൊളാലിറ്റി. അതും പറഞ്ഞു തന്നു, അതിന്റെ പ്രോബ്ലം ചെയ്തു. 4 മോൾ ഫ്രാക്ഷൻ പറഞ്ഞു തന്നു. മോൾ ഫ്രാക്ഷൻ എക്സ് എന്ന് ഉപയോഗിക്കുന്ന എക്സ് എന്ന് പറഞ്ഞാൽ n1 by n1 plus n2. റേഷ്യോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ടു ദ സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. അത് സംശയമില്ല, അവർ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. പിന്നീട് നമ്മൾക്ക് അഞ്ചാമത്തെ ഒരെണ്ണം പറയുന്നത് പാർട്സ് പെർ മില്യൺ. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ നമ്മൾ പറഞ്ഞത്. ഇതാണ് പാർട്സ് പെർ മില്യൺ. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ. ഇതിനകത്ത് മൊളാരിറ്റിയും നോർമാലിറ്റിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡബിൾ ആണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. അപ്പോൾ നോർമാലിറ്റി, മൊളാരിറ്റി ഡിക്രീസ് ആവും. അതേസമയം ഇതിനകത്ത് വോളിയം ഇല്ല. അതുകൊണ്ട് മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ എല്ലാം വെയിറ്റ് ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡബിൾ അല്ല. ഇത് രണ്ടും ടെമ്പറേച്ചർ ഡിപ്പെൻഡബിൾ, ഇത് 3 ടെമ്പറേച്ചർ ഇൻഡിപെൻഡബിൾ. അതുകൊണ്ടാണ്
ലാബിലൊക്കെ മൊളാലിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്, ദാൻ മൊളാലിറ്റി. പക്ഷെ നമ്മളെല്ലാവരും ലാബിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന മൊളാലിറ്റിയാണ്. കൺവീനിയൻസ് അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നത്. അതിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് ചോദിക്കാം, പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. 2 മിനിറ്റ് സമയം തരാം. 2 മിനിറ്റ് സമയം. എന്തുണ്ടെങ്കിലും ചോദിക്കാം. ബേസ്ഡ് ഓൺ ദിസ്. ഇല്ല, ആർക്കും സംശയമൊന്നുമില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനിത് തുടയ്ക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നു. പോയിന്റ് ഇതാണ്, സോലബിലിറ്റി. സോലബിലിറ്റി ആണ് കേട്ടോ. സോലബിലിറ്റി. സോലബിലിറ്റി നിങ്ങൾക്കറിയാം, ഏത് സബ്സ്റ്റൻസ് എടുത്താലും ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലബിലിറ്റി കൂടും. ഏത് സബ്സ്റ്റൻസ് എടുത്താലും ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലബിലിറ്റി കൂടും, ആണല്ലോ. സബ്സ്റ്റൻസ് ഇപ്പോൾ ഷുഗർ എടുത്ത് വെള്ളത്തിലിട്ടാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ സോലബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് അരിയും. സംശയമുണ്ട് വീട്ടിൽ ചായ എടുത്ത് പഞ്ചാര ഇട്ടിട്ട് ചൂടാക്കി പെട്ടെന്ന് സോൽബിലിറ്റി. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലബിലിറ്റി കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലബിലിറ്റി ഉള്ള സബ്സ്റ്റൻസ് ഇംഗ്ലീഷ് തപ്പുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമ്മൾക്ക് ആവശ്യം ഇതൊന്നുമല്ല, ഒരു ഗ്യാസിന്റെ സോലബിലിറ്റിയാണ്. ഒരു ഗ്യാസ് എടുത്ത് സോഡ വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതായത് സോഡ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ല, സോഡ ഉപയോഗിച്ചിട്ടില്ല. സോഡ ഉപയോഗിച്ചിട്ടാണ് ആരുണ്ട്? ഫ്രിഡ്ജിൽ ഉപയോഗിച്ചിട്ടില്ല. സോഡ അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കണം. സോഡ നല്ല സാധനമാണ്. സോഡ പെട്ടെന്ന് പിന്നെ നമുക്ക് ഡയജഷനൊക്കെ ഇപ്പം ഡയജഷനൊക്കെ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ഒരു സോഡ വാട്ടർ കുടിച്ചാൽ മതി, പെട്ടെന്ന് ഡയജഷൻ നടക്കും. കാരണം സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡാണ്. നമ്മുടെ ബോഡിയിൽ ആസിഡിന്റെ എമൗണ്ട് കുറയുമ്പോഴാണ് നമുക്ക് ഡയജഷൻ നടക്കാതെ വരുന്നത്. ഇപ്പം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്, സദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഒരു സോഡ വാട്ടർ കഴിച്ചു നോക്കി, പെട്ടെന്ന് ഡയജഷൻ നടക്കും. സോഡ വാട്ടറിന്റെ പ്രത്യേകത നമ്മുടെ ബോഡിയിൽ ആസിഡ് കൊണ്ട് ആ വലിയ ക്വാണ്ടിറ്റി നമ്മൾ കഴിച്ചില്ലേ, അതിനെ ദഹിപ്പിക്കാനുള്ള ഡയജസ്റ്റ് ചെയ്യാനുള്ള സാധനം ആസിഡ് നമ്മുടെ ബോഡിയിൽ ഇല്ല. ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ എക്സിയലാണ് വരുന്നത്. അതില്ലാതായിക്കൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് കാർബോണിക് ആസിഡ് കുടിച്ചാൽ പെട്ടെന്ന് മാറിപ്പോകും. കേട്ടോ, പെട്ടെന്ന് ഇത് ചെയ്യും. വലിയ താമസം ഇല്ലാതെ പെട്ടെന്ന് ഡയജസ്റ്റ് ഉണ്ടാകും. എന്താ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയായിരിക്കും സോഡ വാട്ടർ ഉണ്ടാക്കുന്ന അറിയാം? കാർബൺ നമ്മളൊരു കുപ്പിയിലെടുത്ത് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കുക, നന്നായി ശക്തിയായിട്ട് ഊതുക. നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഒരു സ്കൂളിലൊക്കെ ആണെങ്കിൽ ഞാൻ തൃശ്ശൂർ ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ തൃശ്ശൂർ ഉണ്ടായിരുന്നു കുറച്ച് നാളത്തെ. അവിടെ വെച്ച് പിള്ളേരെല്ലാം കുപ്പിവെള്ളം കൊണ്ടുവരും. ആ കുപ്പിവെള്ളം കൊണ്ടുവന്നിട്ട് നമുക്ക് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് സോഡ വാട്ടർ ഉണ്ടാക്കണമെന്ന് ചോദിക്കും. ഉണ്ടാക്കണമെന്ന് പറയും. അപ്പൊ നിങ്ങൾ അവർക്ക് പറഞ്ഞ് നിങ്ങളുടെ കുപ്പിയിൽ തന്നെ നിങ്ങൾ ശക്തിയായിട്ട് അടപ്പ് മാറ്റി ശക്തിയായിട്ട് ഊതാൻ പോകും. ശക്തിയായിട്ട് ഊതാം, തുപ്പരുത്. അതാണ് നിങ്ങളുടെ കുപ്പി എന്ന് പറയുന്നത്. വേറെ ആൾക്ക് ഒരു പക്ഷെ അവരും തുപ്പല്ലാതെ കുഴപ്പമില്ല. തുപ്പാതെ ശക്തിയായിട്ട് അടപ്പെടുത്ത് ഊതാൻ പറഞ്ഞു. നന്നായി ഊതാൻ പറഞ്ഞു. ഊതി കഴിഞ്ഞിട്ട് നന്നായി ഊതി കഴിഞ്ഞിട്ട് അടച്ചു വെക്കാൻ പറഞ്ഞു. അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് പോകും. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്ന് നല്ലോണം ഷേക്ക് ചെയ്ത് കുടിക്കാൻ പറഞ്ഞു. സോഡ വാട്ടർ എഫക്ട് ഇല്ലേ എന്നും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും സോഡ വാട്ടർ. നമ്മൾ എത്ര സ്കൂളിലൊക്കെയാണ് ഇത്രയും കുട്ടികൾ 10,000-2000 കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് 2000 കുപ്പി സോഡ വാട്ടർ നമുക്ക് കിട്ടും. നമുക്ക് വിൽക്കാം, വിലയ്ക്ക് വിൽക്കാം. അത്ര ശക്തിയായിട്ട് ഊതണം. പക്ഷെ ചെറുതായിട്ട് ഒന്ന് ഊതിയാൽ പോരാ, ശക്തിയെടുത്ത് ഊതണം. തുപ്പരെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു ഗെറ്റ് വാട്ട്? സോഡ വാട്ടർ. ആ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ്. വെള്ളത്തിൽ സോൾവെന്റ് ഡിസോൾവ് ചെയ്യുന്നത്. അതെ, എമൗണ്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ സോൾവെന്റ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് ആ സോൾബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ദ സോൾവെന്റ് ഇൻക്രീസ് ചെയ്യും. And this statement is called what? This is only for gases. Statement is called, വളരെ ഇമ്പോർട്ടന്റ് ആണിത്, ഹെൻറീസ് ലോ.
ഹെൻറീസ് ലാ. സ്റ്റേറ്റ് ഹെൻറീസ് ലാ. ഹെൻറീസ് ലാ നോക്കിയത്. Henry's law states that the amount of gas dissolved in a particular solvent is directly proportional to the directly proportional to the pressure of the gas at the constant temperature. At what? Constant temperature. Constant temperature. And this is what is called what? Henry's law. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് Henry's law. Henry's law states that amount of gas dissolved in a particular solvent is directly proportional to the pressure of the gas. ആ ഫുൾ ജാർ സോഡ എന്ന് പറഞ്ഞാൽ അതന്നെ സാധനം, അതന്നെ സാധനം. സൗണ്ട് ക്ലിയർ ആവുന്നില്ല. Amount of gas dissolved in a particular solvent is directly proportional to the pressure of the gas. Pressure of the gas at a constant temperature. It is what is called what? Henry's law. Henry's law is Henry's. Or M is equal to a constant KH into pressure P, where KH is called Henry's constant. Henry's constant. ഓർക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണത്. സ്റ്റേറ്റ് ഹെൻറീസ് ലാ. ഇപ്പൊ തന്നെ പഠിക്കേ. Henry's law states that amount of gas, ഗ്യാസ് ആണ്, ഗ്യാസിന് മാത്രമേ ഉള്ളത് ആപ്ലിക്കബിൾ ഉള്ളൂ. Amount of gas dissolved in a particular solvent is directly proportional to the pressure of the gas at a constant temperature. That is, M is proportional to P, or M is equal to KH into P. Proportionality constant. This KH is called Henry's constant. എന്താ പറയും? Henry's constant. എന്താണ് മനസ്സിലായല്ലോ പ്രീത? ഓക്കെ, മനസ്സിലായി. That is Henry's constant. ഈ നോക്ക്, ഇത് കൂടുന്നതിനനുസരിച്ച്, അതായത് ഹെൻറീസ് കോൺസ്റ്റന്റ് കൂടുന്നതനുസരിച്ച്, ഹെൻറീസ് കോൺസ്റ്റന്റ് കൂടുന്നതനുസരിച്ച് സോൾവിലിറ്റി കുറയും. ഇത് കൂടുന്നതനുസരിച്ച് സോൾവിലിറ്റി കുറയും. അപ്പൊ എമൗണ്ട് ഒന്നുകൂടെ, amount of gas dissolved in a particular solvent is directly proportional to the pressure of the gas at a constant temperature. പ്രീതിയെ നന്നായി നോക്കി നോക്കി, നന്നായി ശക്തിയായിട്ട് ചോദിച്ചാൽ കൂടുതൽ സോലബിൾ ആവും, കാർബൺ സോലബിൾ ആവും. ഇത് പ്രീതിക്ക് തന്നെ കുടിക്കാം. അതാണ് വാട്ട് ഈസ് കാൾഡ് ഹെൻറീസ് law. ആ പ്രൊപ്പോർഷൻ മാറ്റുമ്പോൾ KH ഇടുമ്പോൾ that is called Henry's constant. ഇത് കൂടുമ്പോൾ സോലബിലിറ്റി കുറയും. KH കൂടിയാൽ സോലബിലിറ്റി കുറയും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ KH കൂടും, ടെമ്പറേച്ചർ കൂടിയാൽ KH കൂടും, KH കൂടിയാൽ സോലബിലിറ്റി കുറയും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലബിലിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസസ്. ഇത് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പണ്ട്, ഇപ്പോഴും കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ഒരു ഉണ്ട, അതായത് ഈ ഗോലി പോലുള്ള സാധനം, ഒരു പഴയ ഗ്ലാസിനകത്ത് വെച്ചിരിക്കുന്ന ഒരു കുപ്പിയില്ലേ, അങ്ങനെ കാർബൺ ഡയോക്സൈഡ്, പഴയ കാർബണിക് സോഡ വാട്ടർ, പറയുന്നത് ശരിക്കും പറഞ്ഞ
സോഡ കുപ്പി നമ്മൾ പറയും. എടുത്തെറിഞ്ഞാൽ പൊട്ടിയാൽ വല്ലതിന്റെ അണ്ണാക്കിലോട്ട് കത്തി പൊട്ടി കയറും. ഭയങ്കര എറിഞ്ഞ് പഴയ സിനിമയിലെ കണ്ടു കാണും. എറിഞ്ഞാൽ പൊട്ടിച്ചു. അതിനകത്ത് കഴുത്തൊക്കെ ഉണ്ട്, ചെറിയ കഴുത്തൊക്കെ ഉണ്ട്. ആ നെക്കിന്റെ അവിടെ ഒരു ഗോലി കൊണ്ടിട്ടേക്കും. എന്നിട്ട് അത് പ്രസ് ചെയ്ത് വെച്ചേക്കാണ് അവിടെ. കണ്ടോ? അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് നിറച്ച് വെച്ചിരിക്കുകയാണ്. കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് ഡിസോൾവ് ചെയ്യുക. ഇതിന്റെ മുകളില് ചില പണ്ട് നിങ്ങൾക്ക് കണ്ടു കാണത്തില്ലത്, നിങ്ങൾ ഈ പറഞ്ഞ ഫുൾ ജാർ സോഡ കണ്ടിട്ടുള്ളൂ. പണ്ട് മുമ്പുള്ള കാര്യമായി പറയുന്നത്. ചില കടകളിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അതിന് ആ സോഡ ആ ബോട്ടിലിന്റെ ആ കുപ്പിയുടെ കഴുത്തുണ്ടല്ലോ, ആ ഗോലി ഒരു ഉണ്ട സാധനം, അതിന്റെ മുകളില് വെള്ളം കോരി ഒഴിച്ച് വെച്ചേക്കും. എന്താ അറിയാം? വെള്ളം കോരി വെച്ചില്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിപ്പോകും. ടെമ്പറേച്ചർ കൂടിയാൽ ഇതിന്റെ സോലബിലിറ്റി കുറയും. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് പുറത്തോട് ചാടും, ലീക്ക് ഉണ്ടാവും. അവസാനം സോഡ വാട്ടർ കുടിക്കാൻ സോഡ വാട്ടർ ഒന്നും കാണാം, വെറും പച്ചവെള്ളമായി. നിങ്ങൾ പണ്ടങ്ങനെ ചെയ്യാറ്. ഇപ്പോഴ് ചില കടകളിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ കുപ്പി, ആ സോഡ വാട്ടർ കളക്ട് ചെയ്യുന്ന കുപ്പി. എനിവേ, എന്തായാലും ശരി, ഇത്രയും മനസ്സിലാക്കുക. എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഇതാണ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് എൻട്രീസില പ്രിപ്പറേഷൻ ഓഫ് മാനുഫാക്ചർ സോഡ വാട്ടർ. ഈ മെത്തേഡാണ് സോഡ വാട്ടർ നിങ്ങൾ കാണുന്ന സോഡ. ഇനി ഫുൾ ചാർജ് സോഡ ആയാലും എന്ത് സോഡ ആയാലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും കാർബൺ ഡയോക്സൈഡ് എല്ലാവരെയും ഊതി കുളിപ്പിച്ചു. അല്ല, അത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ മെഷീനിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കളക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്തുനിന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയിട്ട് കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ മതി. കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡയോക്സൈഡ് കളക്ട് ചെയ്ത് ജാറിനകത്താക്കുന്നത്. ആ ജാറിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് നമുക്ക് ഈ സോഡ കുപ്പിയിൽ നിറയ്ക്കുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടു കാണുന്നതൊക്കെ പോട്ട് ഞാൻ അങ്ങോട്ട് ഒരുപാട് പറയുന്നില്ല. ദിസ് ഈസ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഹെൻഡ്രീസ് ലാബ്. ഹെൻഡ്രീസ് ലാബിൽ വളരെ ആപ്ലിക്കേഷനാണ് പ്രിപ്പറേഷൻ ഓഫ് മാനുഫാക്ചർ ഓഫ് സോഡ വാട്ടർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അറിയേണ്ടത് KH കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സോലിബിലിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ KH കൂടും. KH കൂടിയാൽ സോലിബിലിറ്റി കുറയും. ഈ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ KH കൂടും. KH കൂടിയാൽ സോലിബിലിറ്റി കുറയും. ഗ്യാസ് അല്ലേ, ടെമ്പറേച്ചർ ഗ്യാസ് അങ്ങ് എക്സ്പെൻഡ് ചെയ്ത് പോകത്തില്ലേ, പിന്നെ എങ്ങനെ സോലിബിൾ ആവുന്നത്? ഒന്ന് ചിന്തിക്കാം. ഗ്യാസിന്റെ കാര്യത്തിലേക്ക് പറയുന്നത്, ഗ്യാസിന്റെ കാര്യത്തിലേക്ക് ഹെൻഡ്രീസിലാണ് പറയുന്നത്. അങ്ങനെയാണെന്നും ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഹെൻഡ്രീസിലാണ്. ഇനി മറ്റൊന്നുമുണ്ട്. ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എടുക്കണം. പാർഷ്യൽ പ്രഷർ അത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ് ഇൻ ദി വേപ്പർ ഫേസ്. വേപ്പർ ഫേസിലായിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് ഇൻ ദ വേപ്പർ ഫേസ്. ഹെൻഡ്രീസിലാക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് in the vapor phase directly proportional to their mole fraction, that is PA is equal to വീണ്ടും കോൺസ്റ്റന്റ് വരുന്ന KH into XA. ഇതും ഹെൻഡ്രീസ് കോൺസ്റ്റന്റ് ആണ്. ഇതൊരു മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ വേപ്പർ ഫേസിലായിരിക്കണം എന്ന് മാത്രമേ കണ്ടീഷൻ. പാർഷ്യൽ പ്രഷർ എനി ഗ്യാസ് ഇൻ ദി വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി partial pressure of any gas in the vapor phase directly proportional to what? Mole fraction of that component. നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് വരച്ച് നോക്കാം. ബൈ പ്ലോട്ടിംഗ് പാർഷ്യൽ പ്രഷർ അഗൈൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ വരച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് കൂടുമ്പോൾ ഇത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. XA കൂടുന്നതനുസരിച്ച് പാർഷ്യൽ പ്രഷർ കൂടുന്നതനുസരിച്ച് മോൾ ഫ്രാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഈ കർവിന്റെ ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു KH. ആ കിട്ടിയ കർവിന്റെ സ്ലോപ്പ്, ആ ചരിവ്, ഇൻക്ലിനേഷൻ, അതാണ് വാട്ട് ഈസ് കോൾഡ് KH. അവിടെ നമുക്ക് അവസാനിപ്പിക്കാം സോലിബിലിറ്റി കേസിൽ. ഇപ്പൊ സോലിബിലിറ്റി അറിയേണ്ടത് ഹെൻഡ്രീസിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സോലിബിലിറ്റി ഗ്യാസ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കില്ല. നോട്ട് ഓൺലി ഫോർ തിയറി ബട്ട് എൻട്രൻസ് ആൾസോ. ഈ തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. KH എന്ന് പറഞ്ഞാൽ ഹെൻഡ്രീസ് കോൺസ്റ്റന്റ്.
ഇത് കൂടിയാൽ സോളിബിലിറ്റി കുറയും. ഈ PaCl KH ഇത് വേപ്പർ ഫേസിലാണെന്നേ ഉള്ളൂ, ഗ്യാസിന്റെ വേപ്പർ ഫേസ്. അങ്ങനെയാണെങ്കിൽ PaCl KH XA, PA കൂടുന്നതനുസരിച്ച് XA കൂടിക്കൊണ്ടേയിരിക്കും. കൂടുന്നത് XA കൂടും. KH എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാണ്ട് പറയാം. ഒരു മിനിറ്റ് സമയമില്ല. ഇനി പൊടി അമർജിത്ത്, എന്താ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു. അടുത്ത പോയിന്റിലേക്ക് വരാൻ പോവാണ്. ക്ലിയർ? ഇല്ല. ഇപ്പൊ ഇനി അടുത്തേക്ക് പോവാം. ഉറപ്പായിട്ട് പോവാം. നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. ആദിത്യ കുഴപ്പമില്ല. ശ്രീജ, ഇർഫാന ക്ലിയർ? കവിത ക്ലിയർ? ഓക്കെ, ക്ലിയർ. പ്രിയതയ്ക്ക് ഡൗട്ടൊന്നുമില്ല, കവിതയ്ക്കും ഡൗട്ടില്ല. പോകാം, മുന്നോട്ട് പോവാം. വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ തന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. ഇപ്പൊ നമുക്ക് അടുത്ത ഇതിന് സൊല്യൂഷൻ 3 പാർട്ട്. ഒരു പാർട്ട് തീർന്നു, രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാൻ പോവാം. The second part of the solution. സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ വിചാരിക്കുന്നതല്ല, ക്വസ്റ്റ്യൻസിന്റെ ഒരു കൂമ്പാരമാണ്. ക്വസ്റ്റ്യൻസിന്റെ ഒരു കൂമ്പാരം. അതെന്ന് പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എടുക്കാൻ പോവാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇപ്പോ നന്ദനയുടെ കൂടെ ഒരു 4 പേര് കൂടെ ചേർന്ന് ഒരു സിനിമാ തിയേറ്ററിൽ പോവുക. സിനിമ കാണാൻ പോവുക, ചിത്രം കാണാൻ പോവുക. നന്ദന കുഴപ്പമില്ലല്ലോ? ഇല്ലല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് നന്ദനെ ആ 4 പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകും. നന്ദനയുടെ കൂടെ ബാക്കി 3 പേര്. ഒരാൾ സ്വല്പം വണ്ണമുള്ള ഒരാളാണ്, ഫാറ്റാണ്. ഒരാൾ ഭയങ്കര വണ്ണമുള്ള ഒരാളാണ്. നന്ദന നോർമൽ ആളാണ് നന്ദൻ. ഒരു ഫാറ്റ്. പിന്നെ അടുത്തൊരാള് സ്വല്പം ഭയങ്കര ലീനാണ്, അതായത് വളരെ തിക്നെസ് കുറവാണ്. ഒരാളൊരു മീഡിയം ടൈപ്പാണ്. ഇങ്ങനെ 4 പേരോടെ ചേർന്ന് സിനിമ കാണാൻ ചെല്ലുക. അപ്പൊ നന്ദന എന്ന് ടിക്കറ്റ് എടുക്കുന്നു. അപ്പൊ നന്ദന പറയുന്നു, ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് പറയുന്നു, 4 ടിക്കറ്റ് തരാൻ പറയുന്നു. ഒരിക്കലും അയാൾ ചോദിക്കില്ല വണ്ണമുള്ളതാണോ വണ്ണമില്ലാത്തതാണോ അത് ലീനാണോ എന്ന് ചോദിക്കില്ല. അയാൾ 4 ടിക്കറ്റ് എടുത്ത് നിർത്തിയുള്ളത്. ആ 4 ടിക്കറ്റും കൂടെ കൊണ്ട് നമ്മള് തിയേറ്ററിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഒരാൾ വാതിൽക്കൽ നിൽക്കും. ടിക്കറ്റ് കൊടുക്കുന്നു. അയാൾ ഒന്നും പറയില്ല. അയാൾ എണ്ണം നോക്കുന്നു. നമ്പർ 4 പേര് എണ്ണം നോക്കുന്നു. അതല്ല ഇയാൾക്ക് വണ്ണം കൂടുതലാണ്, അതുകൊണ്ട് ഡബിൾ ടിക്കറ്റ് എടുക്കണമെന്ന് ഏതെങ്കിലും ഒരാൾ പറയുമോ? ഇല്ല. ഇതുപോലെ തന്നെ ബസ്സിൽ കയറിയാൽ ഇതുപോലെ തന്നെ അവിടെയും വണ്ണം നോക്കൂല, വെയിറ്റ് നോക്കൂല. പിന്നെ എന്തേ നോക്കുള്ളൂ? ഉള്ളി നമ്പർ ആണ്. രാവിലെ ചായ കുടിക്കുമ്പോൾ, ദോശ കഴിക്കുമ്പോൾ അമ്മ ചോദിക്കൂല, മറ്റൊന്നും ചോദിക്കൂല, എത്ര എണ്ണം കഴിച്ചെന്നേ ചോദിക്കൂല. എണ്ണം എത്ര മുള കഴിച്ചു, എത്ര എണ്ണം ദോശ കഴിച്ചു? 4 ദോശ കഴിച്ചു, മതി, അമ്മയ്ക്ക് ധാരാളം സമയം. എങ്ങനെയുള്ളതാണോ ഇങ്ങനെയുള്ളതാണോ ഒന്നുമില്ല. എത്ര എണ്ണം, അവിടെ എണ്ണമാണ് നോക്കുന്നത്. ഒരു ക്ലാസ്സിലിരിക്കുന്നു, വണ്ണമില്ലാത്തവരെയും വണ്ണമുള്ളവരെയും കനം കുറഞ്ഞവരെയൊക്കെ പറഞ്ഞ് ഒരേ രീതിയിലല്ല പഠിപ്പിക്കുന്നത്. എല്ലാവരെയും ഒരേ രീതിയിലാണ്. അവിടെ ഡിപ്പെൻഡ് നമ്പറാണ്. അവിടെയും പരീക്ഷയ്ക്ക് ഇരുത്തുമ്പോൾ ആ ക്ലാസ്സിൽ 50 പേരുണ്ട്, നമ്പർ. അതല്ല
നിനക്ക് വണ്ണം കൂടുതലാണ്, ഡബിൾ ടിക്കറ്റ് എടുക്കണം, അല്ലെ ഡബിൾ ചാർജ്, ഡബിൾ ട്യൂഷൻ ഫീസ് കൊടുക്കണം എന്ന് ഒരിക്കലും ഒരിടത്തും പറയില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ. ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ് പറയുന്നത്? നേച്ചർ അല്ല നോക്കുന്നത്. ഇങ്ങനല്ല, ഇങ്ങനല്ല, ഇങ്ങനെയല്ല. നേച്ചർ അല്ല നോക്കുന്നത്, നമ്പർ എത്രയാണ്. Qualitative properties are properties of solutions which depend only on the number of solute particles. ഞാൻ പറഞ്ഞ സൊല്യൂട്ട് സോൾവെന്റ് ചേർന്നാണല്ലോ സൊല്യൂഷൻ. ആ സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ നമ്പർ എത്രയാണ്, നോട്ട് ഓൺ ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. ഡിപ്പെൻഡ് അപ്പോൺ ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, നോട്ട് ഓൺ ദ നേച്ചർ. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നു, പൊട്ടാസ്യം ക്ലോറൈഡ് എടുക്കുന്നു, അമോണിയം ക്ലോറൈഡ് എടുക്കുന്നു. ഇതെന്താണെന്നുള്ളതല്ല നമുക്ക് പ്രശ്നം. ഇവിടെ എത്ര നമ്പർ ഉപയോഗിക്കുന്നു, അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ക്വാളിറ്റി പ്രോപ്പർട്ടി. നിങ്ങൾ സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചോ, പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചോ, അമോണിയം ക്ലോറൈഡ് ഉപയോഗിച്ചോ, അമോണിയം ഉപയോഗിച്ചോ, വേരിയം ക്ലോറൈഡ് ഉപയോഗിക്കുക, വേരിയം നൈട്രേറ്റ് ഉപയോഗിക്കുക, സിൽവർ ക്ലോറൈഡ് ഉപയോഗിച്ച് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് ഏതാണെങ്കിലും ഉപയോഗിച്ചോ, നോ പ്രോബ്ലം. വാട്ട് ഈസ് ദ പ്രോബ്ലം? എത്ര നമ്പർ ഉപയോഗിച്ചു, അതാണ്. നീ എത്ര നമ്പർ ഉപയോഗിച്ചു, അതാണ് ക്വാളിറ്റി പ്രോപ്പർട്ടീസ്. ഇപ്പൊ ക്വാളിറ്റി പ്രോപ്പർട്ടി ഡെഫിനിഷൻ കൊടുക്കാമോ? Qualitative properties are properties of solutions. Qualitative properties are properties of solutions which depend only on the number of solute particles. Number of solute particles, and not on the nature of solute particles. നോട്ട് ഓൺ നേച്ചർ. ഇപ്പൊ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, ഇടിയപ്പം ഉണ്ട്, പുട്ടപ്പം ഉണ്ട്, ഒക്കെ ഉണ്ട്. അമ്മ എന്ത് തിന്നതല്ല പ്രശ്നം, മോൾ എത്ര കഴിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ദാറ്റ് വാട്ട് എനർജി. ദോശ കഴിച്ചാലും ഇഡ്ഡലി കഴിച്ചാലും ഇടിയപ്പം കഴിച്ചാലും പുട്ടപ്പം കഴിച്ചാലും എന്ത് കഴിച്ചാലും ദൊഡലി കഴിച്ചാലും എന്ത് കഴിച്ചാലും വാട്ട് ആർ ദ സബ്സ്റ്റൻസ്, മോൾ എത്ര കഴിച്ചു എന്നേ അമ്മ ചോദിക്കുന്നു. അതാണ് വാട്ട് ഈസ് കാൾഡ് ക്വാളിറ്റി പ്രോപ്പർട്ടി. ഇപ്പൊ ക്വാളിറ്റി പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ്. Qualitative properties are properties of solutions which depend only on the number of solute particles and not on the nature of solute particles. What are qualitative properties? പറയാമല്ലോ, ഡൗട്ട് ഒരു പ്രശ്നമില്ല. അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ആർ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് പറയാം. എന്നിട്ട് അതിന്റെ കൂടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, examples of qualitative properties. 1. Lowering of vapor pressure. Lowering of vapor pressure. 2. Elevation in boiling point. Elevation in boiling point. 3. Depression in freezing point. Depression in freezing point. And fourth one, osmotic pressure. ഓസ്മോട്ടിക് പ്രഷർ. ഇത് നാലും പറയും. ഒരു സ്വല്പം ഒബേ ചെയ്യാത്ത കണ്ടീഷൻ വരുവാണെങ്കിൽ അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പോയിന്റ് ഇവിടെ സമാപിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, സൊല്യൂഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്, നോട്ട് ഓൺലി ഫോർ തിയറി ബട്ട് ഫോർ എൻട്രൻസ് ആൾസോ. എൻട്രൻസിന് പങ്കെടുക്കുന്ന കുട്ടികൾ ഇതിനകത്ത് തിയറി എൻട്രൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മിനിമം ഇപ്പോൾ തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 45 ക്വസ്റ്റ്യന് 4 ക്വസ്റ്റ്യൻ വരെ ഈ ക്വാളിറ്റി പ്രോപ്പർട്ടീസ് ചോദിച്ചുകൊണ്ട്, അല്ല ഈ സൊല്യൂഷൻ ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് കളയണ്ട, ഇതിനകത്താണ് ക്വസ്റ്റ്യൻ മിക്കവാറുള്ള വരുന്നതല്ല. അപ്പൊ ഇത് നമുക്ക് പോലെ വാട്ട് ആർ ക്വാളിറ്റി പ്രോപ്പർട്ടീസ്? ക്വാളിറ്റി പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ് എന്താ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, നോട്ട് ഓൺ ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. ശ്രീരാജ് എന്തോ സംശയം വരുന്നു, സംശയം ഉണ്ടെങ്കിൽ പറയണം. പാട്ടാർ ക്വാളിറ്റി പ്രോപ്പർട്ടി ശ്രീരാജ് ഇത്രയേ ഉള്ളൂ. ശ്രീരാജ് പറയാൻ ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റി പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആൻഡ് നോട്ട് ഓൺ ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആൻഡ് നേച്ചർ ഓഫ് ദി നോട്ട് ഓൺ ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. ദാറ്റ് ഇസ് വാട്ട് ഇസ് കാൾഡ് വാട്ട് ക്വാളിറ്റി പ്രോപ്പർട്ടീസ്. ബോയിലിംഗ് പോയിന്റ്, depression of freezing point and osmotic pressure.
ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു എന്ന് പറയാം. 2 ക്വസ്റ്റ്യൻ എന്ന് പറയാം. അമർജിത്ത് ഒന്ന് പറയാമോ? അമർജിത്ത് എന്താ ക്വാളിറ്റി പ്രോപ്പർട്ടീസ്? ക്വാളിറ്റി പ്രോപ്പർട്ടീസ് ആർ പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ്. അഗ്രി നല്ല ക്ലിയർ ആയിട്ട് പറയുന്നു. വിച്ച് ഡിപ്പെൻഡ് only on the solute particle, not on the nature of solute particle. ഗൗരി ശ്രീകുട്ടി വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നന്ദനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദനെ ആ എക്സാമ്പിൾ ഒക്കെ എന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് ഓഫ് ക്വാളിറ്റി പ്രോപ്പർട്ടീസ്: ലോവറിംഗ് എ വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. Depression, freezing point and osmotic pressure. These are the 4 colligative properties. ഇത് നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കാം. എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ പാർട്ട് അവിടെ അവസാനിക്കും. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പഠിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ കുറെ കാട്ടിക്കൂട്ടി പഠിക്കരുത്. ഇപ്പൊ നമ്മൾ ചോദിക്കുക വാട്ട് ആർ ക്വാളിറ്റി പ്രോപ്പർട്ടീസ്, നമ്മൾ ധൈര്യം പറയണം, ധൈര്യമായിട്ട് പറയണം. ഡിപ്പെൻഡ് സൊല്യൂട്ട് നമ്പർ ഓഫ് സൊല്യൂട്ട് പാത്തുകൾ, നോട്ട് ഓൺലി നേച്ചർ ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാത്തുകൾ. Number, always number. Not on nature. എങ്ങനെ ഇരിക്കണമെന്നല്ല, നേച്ചർ ഇങ്ങനെ ഇരിക്കണമെന്നല്ല, ഒന്നുമല്ല. നമ്പർ എത്ര? നമ്പർ 1, 2, 3, 4, 5, 6 അതാ നമ്പർ. നോട്ട് ഓൺ വാട്ട്? നേച്ചർ അല്ല. നോട്ട് ഓൺ ദ നേച്ചർ ബട്ട് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ലോവറിംഗ് വേപ്പർ പ്രഷർ, എക്സാമ്പിൾ ലോവറിംഗ് വേപ്പർ പ്രഷർ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. Lowering a vapor pressure, elevation boiling point, depression freezing point, osmotic pressure. ഈ 2 കാര്യങ്ങൾ കിട്ടിയല്ലോ. ശ്രീരാജ് മനസ്സിലായല്ലോ? ശ്രീരാജിന് എന്താ ശ്രീരാജ്? ക്വാളിറ്റി പ്രോപ്പർട്ടീസ്. Quality properties are properties of solution which depend only on the number of solute particles and not on the nature of solute particles. Examples of quality properties നോക്കാം, ബോർഡ് നോക്കാം, അങ്ങോട്ട് നോക്കും. Lowering a vapor pressure, elevation in boiling point, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ദിയ പറയുന്നത് കറക്റ്റ് ആയിട്ട് എനിക്ക്. ഓക്കെ ശരി. ഇനിവേ അത്രയും മതി. 2 കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് എടുക്കാൻ പോവാണ്. ആദ്യം ലോവറിംഗ് എ വേപ്പർ പ്രഷർ. അതിനു മുമ്പ് ഒരു സൊല്യൂഷൻ ഉണ്ടാകും. എല്ലാ സൊല്യൂഷനും ക്വാളിറ്റി പ്രോപ്പർട്ടി ഒബേ ചെയ്യില്ല. അപ്പൊ ഒരു കണ്ടീഷൻ, 2 കണ്ടീഷൻ. കണ്ടീഷൻസ് ടു എക്സിബിറ്റ് ക്വാളിറ്റി പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് കണ്ടീഷൻ നോക്കാം. ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ ഒരു അഡ്മിഷൻ എടുക്കുകയാണെന്നല്ല പറയും, കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ടൂറിന് പോകുന്നു, കുറെ കണ്ടീഷൻസ് പറയും. ഇന്നതൊക്കെയാണ്, നിങ്ങൾ അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, അവിടെ നിൽക്കണം, അധ്യാപകർ പറയുന്നത് കേൾക്കണം. അതൊരു കണ്ടീഷൻസ്. ആ കണ്ടീഷൻ ക്വാളിറ്റി പ്രോപ്പർട്ടി ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതൊക്കെയാണ്. 1, solute should be non-volatile. Solute should be non-volatile എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ഇങ്ങനെ എടുത്ത് വെളിയിലെടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കാൻ നേരത്ത് അത് വേപ്പറൈസ് ചെയ്ത് പോകരുത്. വേപ്പറൈസ് ചെയ്ത വെയിറ്റ് മാറിപ്പിക്കും എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ ആയിരിക്കണം. വോളറ്റൈൽ ആണെങ്കിൽ ക്വാളിറ്റി പ്രോപ്പർട്ടി നമ്പർ വ്യത്യാസം ഉണ്ടാവും. പോയി കഴിയുമ്പോൾ നമ്പർ വ്യത്യാസം. നമ്പർ 2, സൊല്യൂഷൻ ഷുഡ് ബി, സൊല്യൂട്ട് എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ സൊല്യൂഷൻ ആവും. ദാറ്റ് ഷുഡ് ബി വെരി ഡൈല്യൂട്ട്. ഈ 2 കണ്ടീഷൻ ഒബേ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സൊല്യൂഷൻ ക്വാളിറ്റി പ്രോപ്പർട്ടി ഒബേ ചെയ്യുള്ളൂ. ഏതൊക്കെയാ? വാട്ട് ആർ ദി കണ്ടീഷൻസ് ടു എക്സിബിറ്റ് ക്വാളിറ്റി പ്രോപ്പർട്ടീസ്? 1, solute should be non-volatile and the solution should be very dilute. A very dilute non-volatile solution, that is obey what? What is called what? Quality properties. അപ്പൊ 3 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. വാട്ട് ആർ ക്വാളിറ്റി പ്രോപ്പർട്ടീസ്? ദിയാന്ന് പറയാമോ? ക്വാളിറ്റി പ്രോപ്പർട്ടീസ് ആർ പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ് which depend only on the number of solute particles and not on the nature of solute particles.
എക്സാമ്പിൾസ് ഓഫ് ക്വാളിറ്റി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് എക്സാമ്പിൾസ് റോഷൻ എന്ന് പറഞ്ഞു. എക്സാമ്പിൾ റോഷൻ ഏതാണ്? ലോവറിംഗ് വേപ്പർ പ്രഷർ, elevation in boiling point, depression in freezing point, and osmotic pressure. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി കണ്ടീഷൻസ് ടു എക്സിബിറ്റ് ക്വാളിറ്റി പ്രോപ്പർട്ടീസ്? 1. സൊല്യൂട്ട് ഷുഡ് ബി, ഞാൻ പറയുന്നത് സൊല്യൂട്ട് ഷുഡ് ബി നോൺ വോളറ്റൈൽ. അത് പറഞ്ഞു പിടിക്കുന്നത് വോളറ്റൈൽ പേപ്പറൈസ് പോലെ നോൺ വോളറ്റൈൽ ഉണ്ടാവും. ഒന്നുകൂടെ സൊല്യൂഷൻ ഷുഡ് ബി വെരി ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വെള്ളം ചേർത്തായിരിക്കണം. നമ്മൾ ഈ പാലിൽ നിന്ന് വെള്ളം ചേർക്കത്തില്ലേ, അതേപോലെ പാൽ തികയാതെ ഒരുപാട് വെള്ളം ചേർത്തില്ലേ കൊണ്ട് കൊടുക്കുക, കടയിൽ കൊണ്ട് കൊടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് വെള്ളം ചേർത്ത് കിട്ടുന്നതാണ് അല്ലേ സുനിതേ? അതെ. അതായത് സൊല്യൂഷൻ ഷുഡ് ബി വെരി ഡൈലൂട്ട്. ദീസ് ആർ ദി 2 കണ്ടീഷൻ ടു എക്സിബിറ്റ് വാട്ട് ക്വാളിറ്റി പ്രോപ്പർട്ടി. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സാധനങ്ങൾ കാണിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ ഇറച്ചി തന്നിരിക്കുകയാണ്. ക്യാച്ച് ചെയ്തോ ശ്രീരാജ്? ക്യാച്ച് ചെയ്തല്ലോ? ക്യാച്ച് ചെയ്തു. ഓക്കെ, ക്യാച്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലോവറിംഗ് വേപ്പർ പ്രഷറിലേക്ക് വരാം. ലോവറിംഗ് വേപ്പർ ലിക്വിഡ് എടുക്കുകയാണേ. ലിക്വിഡാണ്. ലിക്വിഡ് എടുത്തു. ഇതിന്റെ വേപ്പർ പ്രഷർ എങ്ങനെ നോട്ട് ചെയ്യുന്നത്? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രഷർ എക്സർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ്. അതിന്റെ വേപ്പർ പ്രഷർ. ആ വേപ്പർ പ്രഷർ ദ പ്യുവർ സോൾവെന്റ് ഞാൻ നോട്ട് ചെയ്തു. അത് P0A എന്നിരിക്കട്ടെ. അതായത് വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. പ്യുവർ സോൾവെന്റ് ആണ്. പ്യുവർ സോൾവെന്റ്. വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. ലെറ്റ് ഇറ്റ് ബി P0A. ഈ ലെറ്റർ ഓർത്തിരിക്കണം. P0A എന്ന് പറഞ്ഞതിനകത്ത് വേറെ ഒന്നുമില്ല. സൊല്യൂട്ട് സോൾവെന്റ് ആണ്. പ്യുവർ സോൾവെന്റ്. അതിനകത്ത് യാതൊന്നുമില്ല. അത് നോട്ട് ചെയ്യുന്നു. ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പോയി. എങ്ങനെ സൊല്യൂട്ടാ? നോൺ വോളറ്റൈൽ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റുകളുണ്ട്. ഒരു കണ്ടീഷൻ ഉണ്ട്. നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് വെരി ഡൈലൂട്ട് സൊല്യൂഷൻ. 3 കണ്ടീഷൻ കേട്ടോ. ഒരു കണ്ടീഷൻ വിട്ടുപോയി. നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ HCl ആവാൻ പാടില്ല. കാരണം ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്തു പോകും. നമ്പർ ഓഫ് പാർട്ടികൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്പർ ഓഫ് വ്യത്യാസം ക്വാളിറ്റി പ്രോപ്പർട്ടി മാറും. മുമ്പൊരു സംഭവം ഉണ്ടായി. എന്താ അറിയോ? 1945 1935 KSRTC തുടങ്ങുന്നത്. അതിനകത്ത് ഒരു കണ്ടക്ടറും കാണും, ഡ്രൈവറും കാണും. ഇടയ്ക്കൊരു ചെക്കിംഗ് ഇൻസ്പെക്ടർ കയറുമായിരുന്നു. തുടങ്ങുന്ന സമയം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 4-7 മണിക്കൂർ ഉണ്ടെങ്കിലാണ് ചെല്ലത്തുള്ളൂ. ഇവിടുന്ന് ഒരാൾ കയറിയിട്ട് ഒരു ലേഡിയെ കയറിയപ്പോൾ അവർ ടിക്കറ്റ് എടുത്തു. കയറിയിട്ട് അങ്ങ് രാറ്റിങ് ചെന്നപ്പോൾ ഒരു ഗർഭിണിയാണ്. അവരങ്ങ് ഒരു ബസ്സിൽ ചെന്ന് അന്ന് സൗകര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ. അങ്ങനെ സൗകര്യം ഒപ്പിച്ചു കൊടുത്തത്. ആറ്റിക്ക് ചെന്നപ്പോൾ അവരങ്ങ് പ്രസവിച്ചു. ആറ്റിക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വണ്ടി പൊക്കോണ്ടിരിക്കുക. കൊല്ലത്തേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ആറ്റിക്ക് കഴിഞ്ഞ് അടുത്ത സ്ഥലം പാരിപ്പള്ളിയിൽ എത്തിയപ്പോൾ ചെക്കിംഗ് ഇൻസ്പെക്ടർ കയറിയപ്പോൾ ടിക്കറ്റ് ചോദിച്ചു. ഇവരെ ഒരു ടിക്കറ്റേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ കൊച്ചിന്റെ ടിക്കറ്റ് എന്തെങ്കിലും ചോദിച്ചു. അത് ഇവിടെ വെച്ചാൽ അപ്പൊ കണ്ടക്ടർ പറഞ്ഞ് ഇവിടെ വെച്ചാണ്. അന്ന് പറഞ്ഞൊരു കാര്യമില്ല. ടിക്കറ്റിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ. നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്താൽ പോരെ, 2 പേർക്ക് ഒരു ടിക്കറ്റ് മതി. നമ്പറാണ് നേച്ചറല്ല പ്രശ്നം. ആ കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്പറാണ്. അപ്പൊ നമ്പറായി ഉടനെ ടിക്കറ്റ് ഇല്ല. ആ സ്പോട്ടിൽ വെച്ച് തന്നെ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു. അവിടുന്ന് സസ്പെൻഡ് ചെയ്തു.
അന്ന് അങ്ങനെ ചെയ്യാം, അവർക്ക് തന്നെ സസ്പെൻഡ് ചെയ്യാം. അതൊക്കെ റൂൾ അങ്ങനെ. അപ്പൊ അടുത്ത ദിവസം തൊട്ട് ബസ്സിലുള്ള ഈ കണ്ടക്ടർമാരൊന്നും ബസ് നിർത്തത്തില്ല. ഈ ഗർഭിണിയെ കണ്ടാൽ നാളെ പേടിയായി. നടന്ന സംഭവം ചുമ്മാ വെറുതെ ഇതല്ല, കഥയല്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഇപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ അങ്ങനെ ഡ്രൈവർ എന്നാൽ ഇവരെ നിർത്താൻ വന്നപ്പം ഇവരെല്ലാം കൂടെ സമിതി കൂടി, ഈ ഗർഭിണിയെല്ലാം കൂടെ അസോസിയേഷൻ കൂടി. പിന്നെ ഇപ്പം അത് അന്ന് രാജാവല്ലേ ഭരിക്കുന്നു. അപ്പൊ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇനി ടിക്കറ്റ് തരണ്ട. അങ്ങനെയാണ് ഒരു 3 വയസ്സായി. പിന്നെ നമ്മുടെ പുതിയ സർക്കാർ വേറൊരു സർക്കാർ വന്നാണ് 5 വയസ്സ് വരെ ഫ്രീ ആയി. 5 വയസ്സ് വരെ ഫ്രീ ആയി, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സംഭവം എന്താ അറിയാം. കേട്ടോ, ഡബിൾ ആകണം, നമ്പർ മാറി. അതുകൊണ്ട് നോൺ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാവുന്നില്ല. നോൺ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. ഇലക്ട്രോലൈറ്റ് ആയി കഴിഞ്ഞാൽ ഡിസോസിയേറ്റ് നമ്പർ മാറും. നമ്പർ മാറുമ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് മാറും. അതെന്താ പറഞ്ഞത്. അപ്പൊ നോൺ വോളറ്റൈൽ, നോൺ ഇലക്ട്രോലൈറ്റ്, വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. 3 കണ്ടീഷൻ. 2 കണ്ടീഷൻ ഞാൻ പറഞ്ഞു. പ്യൂർ സോൾവെന്റ് P0 എടുത്തു. പ്യൂർ സോൾവെന്റ് എത്ര? P0. സൊല്യൂട്ട് ആഡ് ചെയ്യും. എങ്ങനെയുള്ള സൊല്യൂട്ടാ? നോൺ വോളറ്റൈൽ, നോൺ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കിട്ടുമ്പോൾ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ കിട്ടും. അങ്ങനെയുള്ള ആഡ് ചെയ്തപ്പോൾ സൊല്യൂഷനായി. അവനത് ഡിസോൾവ് ചെയ്ത് ഹോമോജിനസ് ആയി. കാണാൻ ഇതിന് വീണ്ടും വേപ്പർ നോക്കി. വേപ്പർ സൊല്യൂഷൻ, വേപ്പർ സൊല്യൂഷൻ PS ഇരിക്കുന്നത്. ഇനി ഞങ്ങളോട് കാര്യം ചോദിക്കുക, ഇതാണോ വലുത്? ഇതാണോ വലുത്? സൊല്യൂഷൻ ആണ്. നോൺ വോളറ്റൈൽ ആണ് ആഡ് ചെയ്തത്. നോൺ വോളറ്റൈൽ, നോൺ ഇലക്ട്രോലൈറ്റ് ആണ് ആഡ് ചെയ്തത്. അപ്പൊ ഇതാണോ വലുത്? ഇതാണോ വലുത്? ആരും പറയുന്നില്ല. വേപ്പർ പ്യൂർ സോൾവെന്റ്, ഇതിനകത്ത് വേറെ ആരുമില്ല. വേപ്പർ സൊല്യൂഷൻ ഏതായിരിക്കും വലുത്? ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു തിരക്കുള്ള ഒരു ബസ്സിൽ നിന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നു. ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. സ്റ്റെപ്പിൽ വേറെ ആരും നിൽക്കില്ല. അപ്പൊ ആളിങ്ങനെ പൊക്കോണ്ടിരിക്കുക, പേപ്പറായിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ആ കണ്ടക്ടർ കയറിയ സ്റ്റെപ്പിൽ നിൽക്കുക, ഇറങ്ങുന്നത്. ഇപ്പൊ നേരത്തെ കണക്ക് ഫ്ലോ ഉണ്ടാവില്ല. വീണ്ടും കിളിയും കൂടെ വന്ന് നിൽക്കുക. പറയത്തില്ലേ? പറയും. വേണ്ട, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കല്ലുമണ്ണ് വാരിയിടുക. തിളവ് ചെയ്യും, വേപ്പർ ചെയ്യും, കുറയുമോ കൂടുക? കുറയും. നേരത്തെ നന്നായി പൊക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോൾവെന്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾ കിടക്കുക. ഈ സൊല്യൂട്ട് പാർട്ടിക്കിള് ഇതിന്റെ യാത്ര തടസ്സപ്പെടും. അങ്ങനെ വേപ്പർ നേരത്തെ സോൾവെന്റ് മാത്രം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക, സോൾവെന്റ് അവിടെ വേപ്പറായിക്കൊണ്ടിരിക്കുക. പക്ഷേ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ തടച്ചിലുണ്ടാവും. അപ്പൊ അതങ്ങോട്ട് പോവില്ല. അപ്പോൾ വേപ്പറിന്റെ എണ്ണം കുറയ്ക്കണ്ടോ? വേപ്പറിന്റെ എണ്ണം കുറയ്ക്കണോ? അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ ദി സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് വേപ്പർ പ്രഷർ ദി പ്യൂർ സോൾവെന്റ്. കാരണം പറയാൻ എങ്ങനെയാണ്? സൊല്യൂഷൻ കണ്ടെയ്ൻ സൊല്യൂട്ട് പാർട്ടിക്കിൾ. വേണ്ട, ഇപ്പോൾ അജി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹ അടുക്കളയിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. നന്നായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കല്ല് കടിച്ച, അയ്യോ ഒറ്റക്കടി. ഇപ്പോൾ നേരത്തെ കണക്കാണോ അജി ആഹാരം കഴിക്കുന്നത്? സ്പീഡ് കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു. കണ്ടോ എന്താ കാര്യം? ആ കടി ആ സൊല്യൂട്ട് പാർട്ടിക്കിൾ കയറി കടിച്ചു. അപ്പോൾ അതിന് മുമ്പോട്ടുള്ള മൂവ്പോക്ക് കുറഞ്ഞു. ഇത് തന്നെ കാര്യം. ഒന്ന് ഇമാജിൻ ചെയ്ത നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മതി. വേണ്ട, വലിയൊരു ക്രൗഡ്, ഒരു പോലീസ് വന്ന് ഒരു കള്ളനെ ഓടിച്ച് പിടിച്ചു. കള്ളൻ ഓടുക. കള്ളൻ എങ്ങനെ ഓടും?
ഭയങ്കര പാടല്ലേ ആ ക്രൗഡ് കിടക്കെ തള്ളി പിടിച്ചോണ്ട് പോകണം. അത് ക്രൗഡ് ഇല്ലെങ്കിലോ ഈസി ആയിട്ട് പോകാം, പെട്ടെന്ന് ഓടി പോകാം. അത് തന്നെ ഇവിടെ തന്നെ ഈ സൊല്യൂട്ട് പാർട്ടികൾ ഇങ്ങോട്ട് പോകാൻ ഇവിടെ ഈ സോളൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ സൊല്യൂട്ട് പാർട്ട് കിടക്കുന്നതുകൊണ്ട് അതിന്റെ തടത്തിൽ കുറയും, അതിന്റെ വേപ്പർ കുറയും. അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. Solution contains solute particles. Solution contains what? Solute particles. Solution contains solute particles. Solute particles which prevent the escaping tendency of solvent. സോൾവെന്റിനെ എസ്കേപ്പ് ചെയ്യുന്ന ടെൻഡൻസി കുറയ്ക്കും. ഇപ്പൊ വേപ്പർ കുറഞ്ഞില്ലേ? ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, പെട്ടെന്ന് ഒരാളെ കയറി നിൽക്കുക, പോകാൻ പറ്റൂ? അത് തന്നെ. സൊല്യൂഷൻ കണ്ടെയ്ൻസ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. Solution contains solute particles which prevent the escaping tendency of solvent particles. Solution contains solute particles which prevent the escaping tendency of solvent particles. അതുകൊണ്ട് ഇത് ചെറുത് ഇത് വലുത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിഫറൻസ് കാണത്തില്ലേ? P0A മൈനസ് PS കാണത്തില്ലേ? ഡിഫറൻസ് കാണത്തില്ലേ? കാണും. ദിസ് കാൾഡ് വാട്ട്? നമ്മുടെ പോയിന്റ് ലോവറിംഗ് വേപ്പർ പ്രഷർ. സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയും, ലോവർ ചെയ്യും. That is delta P is equal to P0A minus PS. What is the lowering of vapor pressure? It is a difference of vapor pressure between the pure solvent and the solution. But lowering a vapor pressure to the vapor pressure of the pure solvent, delta P by P0A. Pure solvent is the ratio, and this ratio is equal to mole fraction of the solute. Solute എന്നുള്ളത് x2 എന്നുള്ളത് അപ്പോൾ സ്കൂളിൽ xb എന്നായിരിക്കും പഠിപ്പിക്കുന്നത്, xi എന്നായിരിക്കും പഠിപ്പിക്കുന്നത്. അതായത് mole fraction of solute. And this statement is called, വളരെ ഇമ്പോർട്ടന്റ് ആണ്, റൗൾസ് law. എത്ര ക്വസ്റ്റ്യൻ നോക്കി, റൗൾസ് RAOULTS, റൗൾസ് law. Raoult's law states that ഇതിനെ പറയും, റേഷ്യോ പറയും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയും. അതായത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ടു വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ is equal to the mole fraction of the solute, and this is what is called what? Raoult's law. State Raoult's law. Raoult's law states that relative lowering of vapor pressure is equal to mole fraction of the solute. X delta P by P0A is equal to what? X2. That's equal to delta P ക്ക് പകരം P0A എടുക്കാമോ? P0A minus PS എടുക്കാമല്ലോ, by P0A. അല്ലെ ഡെൽറ്റ പി തന്നെ ഒരുപാട് കണ്ടല്ല, ഡെൽറ്റ പി ഇക്വേഷൻ ഉണ്ടാക്കി. ഡെൽറ്റ പി ബൈ P0A is equal to x2 എന്ന് പറഞ്ഞാൽ number of moles of solute divided by total number of moles of solvent and solute. നമ്മൾ പഠിച്ചതാ mole fraction solute. ഇനി മറ്റൊന്ന്, that's equal to N2 by N1 എന്ന് ഞാൻ എടുക്കുന്നു. എന്താ കാര്യം അറിയാമോ? N2 negligibly small, very dilute solution ആണ്. അതുകൊണ്ട് number of moles of solute വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നെഗ്ലിജിബിൾ സ്മാൾ ആയതുകൊണ്ട് N1 is more than that N2. അതുകൊണ്ട് N2 can be negligible. Therefore N2 by N1. That is delta P by P0A is equal to N2 by N1. That is delta P by P0A is equal to N2 എന്ന് പറഞ്ഞാൽ weight by molecular mass.
വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. പഠിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ പഠിച്ച നമ്പർ ഓഫ് മോൾസ് പഠിക്കാൻ. ബൈ W1 by M1. Weight of solute by weight of solvent by molecular weight of solvent. Weight of solute by molecular weight of solute. That's equal to rearrange ചെയ്ത് W2 by W1. M1 goes up. M1 by W2 by M2 എഴുതിയിട്ടുള്ളത് M1 by W1. ശരിയല്ലേ? M1 മണി പോകുന്നത്. That is delta P by P0A. That is therefore delta P is equal to P0A cosmos P0A into W2 by W1 and here M2 W2 by W1 into M1 by ഈ ഫോർമുല ഉണ്ടെങ്കിൽ lowering a vapor of fluid can be delta P is equal to what? P0A into W2 by W1 into M1 by M2. So, okay, delta P is equal to P0A minus PS. Delta P by P0A is equal to X2. That is what is called what Raoult's law. If delta P is the right number, N2 by N2 by N2. കാരണം ഇത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഇല്ല, അതുകൊണ്ട് വലിയ സ്മോൾ നെഗ്ലക്ട് ചെയ്യും. ഇത് 1 plus 0.001 ആണ്, 1.001 അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് N2 പകരം W2 M2 കഴിയും, M1 N1 പകരം W1 M1 കഴിയും. നീ റീഅറേഞ്ച് ചെയ്യും W2 by M2, ഈ M1 മുകളിൽ പോകും, M1 by നീ അറേഞ്ച് ചെയ്ത് P0A delta P0A W2 by W1 ഈ ഫോർമുല അയാൾക്കാക്കണം. delta P0A W2 by W1 M1. Delta P is equal to P0A into W2 by W1 into M1 by ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ലോവറിംഗ് വാട്ടർ പ്രഷർ കൊടുക്കണം. ഇതിനകത്തുള്ളത് റൗൾട്ട്സ് ലോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ഇൻ ബൈ ലോവറിംഗ് എ വേപ്പർ പ്രഷർ? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് വേപ്പർ പ്രഷർ ബിറ്റ്വീൻ ദി വേപ്പർ പ്രഷർ പ്യൂർ സോൾവെന്റ് ആൻഡ് ദ സൊല്യൂഷൻ. Ratio of the lowering of vapor pressure to the vapor pressure of the pure solvent is called what? Relative lowering of vapor pressure. Raoult's law states that relative lowering of vapor pressure is mole fraction of the solute in the DS fraction. Any doubt? Any doubt ഉണ്ടെങ്കിൽ ചോദിക്കാം. Raoult's law states that ഇതെന്താ പറയുന്നത്? Relative lowering of vapor pressure is equal to the mole fraction of the solute. Relative lowering of vapor pressure is equal to the mole fraction of the solute. That is Raoult's law. Vapor pressure of pure solvent is equal to what? P0A. Vapor solution is equal to what? Ts. Difference എത്ര വരും? P0A minus Ps. ഇതിനെ ഈ P0A ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിംഗ് ഓഫ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് സിക്കൽ വാട്ട് മോൾ ഫ്രാക്ഷൻ X2 ന് പകരം എഴുതാം N2 by N1 plus E2. N1 plus N2 ന് പകരം എഴുതാം N1 എഴുതാം. കാരണം വെരി ഡൈലൂട്ട് സൊല്യൂഷൻ കണ്ടീഷൻ, അതുകൊണ്ട് സൊല്യൂട്ട് പറയുന്നത് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് നെഗ്ലീവ് ആണ്. N2 ന് പകരം എഴുതാം W2 by M2. M1 N1 ന് പകരം എഴുതാം W1 by M1. റെഡിയാക്കി എഴുതി W2 by M2, M1 goes up. എന്നിട്ട് ഈ അറേഞ്ച് ചെയ്ത് delta P0A into W2 by W1. ആർക്കെങ്കിലും anything else? 2 മിനിറ്റ് സമയം തരുന്നു. ഫാത്തിമ, അജി, കവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സന്ധി എന്തോ പറയുന്നു, സന്ധി ക്ലിയർ ആയെന്ന് പറയുന്നു. ഡൗട്ട്? വളരെ ഇമ്പോർട്ടന്റ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണിത്. ആ എക്സ്പ്രഷൻ ഒന്ന് ബൈഹാർട്ടായി. delta P is equal to P0A into W2 by W1. W2 by W1 into M1 by M2. 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 അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
W into M1 by ഇങ്ങനെ ബേസ് സംശയം ഉണ്ടാവും ഇല്ലല്ലോ? ആർക്കും സംശയമില്ല. എന്താ പറയണ്ട. വാട്ട് ആർ ക്വാളിറ്റി ക്വസ്റ്റ്യൻ എത്രയാണ്? വാട്ട് ആർ ക്വാളിറ്റി പ്രോപ്പർട്ടീസ്? ഒന്ന്, qualitative properties are properties of solutions which depend only on the number of soluble particles and not on the nature of soluble particles. Then, what are the condition exhibit qualitative properties? Solute should be non-volatile, solute should be non-electrolyte, solution should be very dilute. അടുത്തത്, what is the lowering a vapor pressure? അല്ലെങ്കിൽ vapor pressure of pure solvent is greater than vapor solution. Solution contains solute particle which prevent the escaping tendency of solvent particle. What is the lowering of vapor pressure? The difference of vapor pressure between the pure solvent and that of the solution. What is the relative lowering of vapor pressure? It is the ratio of lowering of vapor pressure to the vapor pressure of the pure solvent. State Raoult's law. Raoult's law states that relative lowering of vapor pressure is equal to the mole fraction of the solute. Give the expression delta P is equal to P0 E W2 by W1 into M1 by M. ഇനി എന്തെങ്കിലും ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല.